പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ ത്യജിച്ച രാജേഷിന് ആദരവുമായി ഹൈക്കോടതി. രാജേഷ് യഥാർത്ഥ ഹീറോയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. രാജേഷിന്റെ ധീരതയെ സെല്യൂട്ട് ചെയ്യുകയാണ്. രാജേഷിന്റെ ത്യാഗം പരമോന്നതവും സമാനതകളില്ലാത്തതുമാണ്. സർക്കാർ രാജേഷിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കണമെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഈ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് രാജേഷിന്റെ കാര്യത്തിൽ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തോട് അനാദരവ് കാണിക്കുന്ന ഒരു സമീപനമുണ്ടായി. അതിൽ കൃത്യമായ അന്വേഷണം കൂടി നടന്ന ഒരവസ്ഥയുണ്ട്. ഹൈക്കോടതി ഏത് പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരം ഒരു നിലപാട് പറഞ്ഞത്? നീലിമ, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിലും ഹൈക്കോടതി രാജേഷിന്റെ ധീരതയെ അഭിനന്ദിക്കുകയും സെല്യൂട്ട് അർപ്പിക്കുകയുമാണ് ചെയ്തത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇന്ന് മറ്റൊരു ഹർജി പരിഗണിച്ച വേളയിൽ രാജേഷിന്റെ ധീരതയെ അഭിനന്ദിച്ചിട്ടുള്ളത്. രാജേഷിന്റെ ത്യാഗം അതുല്യവും സമാനതകളില്ലാത്തതുമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിശേഷിപ്പിച്ചത്. മറ്റൊരാൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും മഹനീയമായ മാതൃകയാണ് രാജേഷ്. രാജേഷിന്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വാക്കുകൾ മതിയാകുന്നില്ലെന്നാണ് അദ്ദേഹം ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. രാജേഷിന്റെ ധീരതയെ കോടതി അഭിവാദ്യം ചെയ്യുന്നു, കുടുംബത്തോടൊപ്പം ചേരുന്നുണ്ടെന്നും പറയും. അതോടൊപ്പം തന്നെ സർക്കാർ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നുള്ള അഭിപ്രായം കൂടി ഹൈക്കോടതി ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് രാജേഷ് ഈ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെടുന്നത്. ഓഗസ്റ്റ് 4-ാം തീയതി തിരച്ചിലിനൊടുവിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ തന്റെ ലൈഫ് ജാക്കറ്റ് ഊരി മറ്റൊരാൾക്ക് നൽകുകയും അദ്ദേഹത്തെ രക്ഷിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ട് രാജേഷ് മരിക്കുന്നത്. എന്തായാലും രേഷ്മ, രാജേഷിന് ആദരവുമായി ഹൈക്കോടതി. രാജേഷാണ് യഥാർത്ഥ ഹീറോ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്.